വയനാട് തൊഴിലാളികളെ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയത് പണത്തിനായാണെന്ന് സൂചന. മാനേജരെ വിളിക്കാൻ സംഘം തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു. മാവോയിസ്റ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികളോട് സംസാരിച്ച റിസോർട്ട് ജീവനക്കാരന്റേതാണ് വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, മാവോയിസ്റ്റുകളെ അന്വേഷിച്ചുള്ള തണ്ടർബോൾട്ടിന്റെ തെരച്ചിൽ തുടരുകയാണെന്നുള്ള സൂചനകൾ വരുന്നു. പക്ഷേ അതേസമയത്ത് രക്ഷപ്പെട്ടവരുടെ മൊഴികൾ തമ്മിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. വിശദാംശങ്ങൾ എന്താണ് ഏറ്റവും പുതിയത്? അപർണ, അവരുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഇതെങ്ങനെ 3 പേർ രക്ഷപ്പെട്ടു? ഈ 5 അംഗ സംഘത്തിന്റെ അടുത്ത് നിന്ന് 3 പേരും ആദ്യം 7 മണിയോടുകൂടി ഒരാളും, പിന്നീട് അതിനുശേഷം 9:30 മറ്റൊരാളും, അതിനുശേഷം 11:30 വേറൊരാളും, അങ്ങനെ 3 പേർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ അവരെ രക്ഷപ്പെട്ടതാണ് അവരുടെ, അല്ലെങ്കിൽ അവരെ വിട്ടയച്ചതല്ല എന്നതാണ് പറയുന്നത്. എന്നാൽ ഇതിൽ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. അതായത് ഇവർ ആദ്യമായി എത്തിയത് അവിടുത്തെ സമീപത്തുള്ള റിസോർട്ടിലെ ജീവനക്കാരനായ പ്രദീപ് മേപ്പാടിയുടെ അടുത്തേക്കാണ്. പ്രദീപ് മേപ്പാടിയാണ് ഇപ്പോൾ നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവർ തോക്ക് ചൂണ്ടി 3 പേരെയും തോക്ക് ചൂണ്ടുകയായിരുന്നു. തോക്ക് ചൂണ്ടി തങ്ങൾ പറയുന്നത് അനുസരിക്കണം, ഉടൻ തന്നെ മാനേജറെ വിളിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാനേജറെ വിളിച്ച് ബന്ദിയാക്കിയിരിക്കുന്നു എന്നും പണം ആവശ്യപ്പെടണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവരെ 3 പേര് ഇപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അല്പസമയത്തിനകം അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഇവരെ മറ്റു നടപടികൾ. കൽപ്പറ്റ SP ഓഫീസിൽ പറയുമ്പോൾ AR ക്യാമ്പിലായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്ന 3 പേരെയും. അതിനുശേഷമാണ് ഇപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ തണ്ടർബോൾട്ടും അതുപോലെ ആന്റി നക്സൽ സ്ക്വാഡ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഉൾപ്പെടെ ഈ വനത്തിൽ 900 കണ്ടി വനത്തിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇന്ന് 2 അജ്ഞാതരെ ആദിവാസികൾ, തോക്കുധാരികളായ 2 അജ്ഞാതരെ കണ്ടതിനെ തുടർന്ന് ഈ ആദിവാസികൾ യഥാസമയം പോലീസിന് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം തെരച്ചിൽ നടത്തി 900 കണ്ടി വനമേഖലയിൽ ആദ്യം നടത്തിയിരിക്കുന്ന കള്ളാടി മേഖലയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ മേൽഭാഗത്തായി, അതായത് ഇവിടെ നിന്ന് ഏകദേശം 40 ഡിഗ്രി ചെങ്കുത്തായ പ്രദേശമാണ്. അതിന്റെ മുകളിൽ കയറി ആ ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപർണ, വിനേഷ്, ഒറ്റയ്ക്കും തെറ്റയ്ക്കും വയനാട്ടിൽ മാവോവാദി സാന്നിധ്യമുണ്ടെന്നുള്ള വാർത്തകൾ വരാറുണ്ടെങ്കിലും മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവം, മാവോവാദികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധന എത്രത്തോളം ഗൗരവമുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്? അപർണ, നമുക്കറിയാം 2016 നവംബറിലാണ് നിലമ്പൂരിൽ 2 മാവോയിസ്റ്റ് പ്രവർത്തകർ വെടിയേറ്റ് മരിക്കുന്നത്. അതിനുശേഷം ഏറെക്കുറെ നിശബ്ദമായിരുന്നു മാവോയിസ്റ്റ് ദളങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കബനി ദളമെല്ലാം ഏറെക്കുറെ നിശബ്ദമായി എന്ന് തന്നെ പറയാം. എന്നാൽ ഭവാനി ദളവും അതുപോലെ തന്നെ നിലമ്പൂർ കാടുകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാടുകാണി ദളവും സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും അവർ ചില നോട്ടീസുകൾ, അല്ലെങ്കിൽ ഇവരുടെ മാവോയിസ്റ്റ് പശ്ചിമ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള ചില നോട്ടീസുകളും മറ്റും പ്രത്യക്ഷപ്പെടുകയും ലഘുലേഖകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായാണ്. കാരണം ഇത്തരം തൊഴിലാളികൾ ഇത്തരത്തിൽ ബന്ദിയാക്കുന്ന ഒരു സംഭവം ആദ്യമായാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട്, വയനാട്, മലപ്പുറവുമായി അതിരിടുന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം മലയോര മേഖലയിലെ ഗ്രാമീണരെ കാണുകയും ഇത്തരത്തിൽ അരിയും മറ്റു സാധനങ്ങളും ആവശ്യപ്പെടുകയും തങ്ങളുടെ സംഘത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ ഉൾപ്പെടെയുള്ള അവരുടെ വെളിപ്പെടുത്തലുകൾ ഈ അടുത്ത കാലങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വയനാട്ടിൽ നിന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. 2013, 2014 വർഷങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നത്. അവസാനമായി അന്ന് സർക്കാർ ഓഫീസുകളും മറ്റും അതുപോലെ റിസോർട്ടുകൾക്ക് നേരെ നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ നിലമ്പൂരിലെ വെടിവെപ്പ് നടക്കുന്നത്. അതിനുശേശം ഏറെക്കുറെ നിശബ്ദമായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇന്ന് വയനാട്ടിൽ നിന്ന് ഇത്തരത്തിലൊരു, അതായത് ഒരു 2-3 പേരെ ബന്ദിയാക്കുന്നതിലേക്ക് മാവോയിസ്റ്റുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമാവുന്നത്. അപർണ, വിനേഷ് കുമാർ വയനാട്ടിൽ നിന്ന് വിശദാംശം.